നമസ്കാരം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ വോട്ട് ചോരിയെ കുറ്റം പറഞ്ഞ് ഈ കോൺഗ്രസ് നേതൃത്വം എത്ര കാലം മുന്നോട്ട് പോകും എന്നാണ്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വെറും 6 സീറ്റ് മാത്രമാണ് ഇവർക്ക് നേടുവാൻ സാധിച്ചത്. അപ്പോഴും പറയുന്നു വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി കൊണ്ട് മാത്രം. അതിലൊക്കെ കാര്യമുണ്ടാവാം. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് ഉത്തർപ്രദേശിൽ 403 സീറ്റിൽ വെറും 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. അതുപോലെ മഹാരാഷ്ട്രയിൽ 288 സീറ്റിൽ വെറും 16 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതുപോലെ ബീഹാറിലെ 243 സീറ്റിൽ വെറും 6 സീറ്റ്, പശ്ചിമ ബംഗാളിൽ 234 സീറ്റിൽ വട്ടപൂജ്യം, മധ്യപ്രദേശിൽ 2. ഇവിടെ എല്ലായിടത്തും ഈ വോട്ട് ചോരി വിഷയത്തിലാണോ ഇവർക്ക് പരാജയത്തിൻ്റെയും കാരണം? യഥാർത്ഥത്തിൽ ഇതാണോ? വോട്ട് ചോരി ഒരു വിഷയമാണ്, അല്ലാതെ ഞാൻ പറയാം അപ്പാടെ നിഷേധിക്കാൻ കഴിയില്ല. വോട്ട് ചോരി ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ട് നമുക്കത് കേരളത്തിലടക്കം അനുഭവപ്പെട്ടതാണ്. പക്ഷേ ഇതല്ല തോൽവിയുടെ കാരണം, അത് മാത്രമല്ല. കാരണം ഞാൻ പറയാം, BJP ബീഹാറിൽ മാത്രം സംഘടിപ്പിച്ച 126 റാലികളാണ്. അതിൽ 12 നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തു. ബാക്കി അമിത്ഷാ, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അവരൊക്കെ അവിടെ ആയിരുന്നു. അവർ വളരെ മാത്രമല്ല, അവിടെ ഒരു മനുഷ്യന്, ഒരു കൊച്ചു കുട്ടിക്ക് പഠിക്കാൻ പോകണമെങ്കിൽ 10-60 വർഷം കോൺഗ്രസ് ഭരിച്ചതല്ലേ, ഒരുപാട് കാലം ലല്ലു പ്രസാദ് യാദവ് ഭരിച്ചതല്ലേ ബീഹാറിലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരു കുട്ടിക്ക് പഠിക്കാൻ പോകാൻ ബസ് കിട്ടാനുള്ള സൗകര്യക്കുറവുണ്ട്. എല്ലാ വീട്ടിലെ കുട്ടികൾക്കും സൈക്കിൾ വാങ്ങിക്കൊടുത്തിരിക്കുക. എല്ലാ കുട്ടികൾക്കും സൈക്കിള്, നിങ്ങൾ പോയിട്ട് സ്കൂളിൽ ഇപ്പോൾ പഠിക്കാൻ പോകണം. അതുപോലെ റോഡുകളായാലും പാലങ്ങളായാലും വളരെ വലിയ രീതിയിൽ വികസനം നടത്തി. ഇപ്പം നമ്മൾ അവരുടെ വികസനത്തെക്കുറിച്ച് പറയാനല്ല നമ്മൾ ചർച്ച ചെയ്തത്. എങ്കിൽ പോലും അവിടെ ഈ വോട്ട് ചോരിനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. അത് സ്പഷ്ടമാണ്. പണിയെടുക്കണം. കോൺഗ്രസിന് പണിയെടുക്കാൻ ആരാളെ? KC വേണുഗോപാൽ വെള്ളയും വെള്ളയിട്ട് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അവിടെ ജയിക്കില്ല. ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാ ഇവിടെ കിടന്ന് മെഴുകുകയായിരുന്നു ആ സമയത്ത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. KC വേണുഗോപാൽ വെള്ളയും വെള്ളയിട്ട് കാറിൽ AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിരുന്നാലും ആൾക്കാർ വോട്ട് ചെയ്യില്ല. ആ കാലം കഴിഞ്ഞതേ. കൈപ്പത്തി കണ്ടാൽ വോട്ട് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു നെഹ്റു ഇന്ദിരാഗാന്ധിയൊക്കെയുള്ള കാലത്ത്. ആ കാലമൊക്കെ ഒരുപാട് വിട്ടുപോയി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് ഈ ബീഹാറിൽ 6 സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യം. കാരണം എന്താ പറയുക, ഒരു DCC ഓഫീസ് പോലും ഇല്ല അവിടെ. കോൺഗ്രസിന് ആദ്യം താഴെത്തട്ട് സംഘടന സംഘടിപ്പിക്കണ്ടേ. ഈ KC വേണുഗോപാലല്ലേ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഈ ഇന്ത്യയുടെ മൊത്തം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്ലേ. അദ്ദേഹം അവിടുത്തെ ബീഹാറിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹം പോയിട്ടുണ്ടോ അവിടേക്ക്? പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഏതെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. ബീഹാറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ പരിചയമുള്ള ആര്, അവിടുത്തെ DCC ഓഫീസിൽ പ്രവർത്തിക്കാൻ ഇരിക്കാൻ ആൾക്കാരില്ല. DCCക്ക് കമ്മിറ്റി ഇല്ല, ബ്ലോക്ക് കമ്മിറ്റി ഇല്ല, മണ്ഡലം കമ്മിറ്റി ഇല്ല, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല കോൺഗ്രസിൻ്റെ. ആ തേജസ്വി യാദവിൻ്റെ പിള്ളേരുള്ള കാരണം 6 സീറ്റെങ്കിലും കിട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ പിള്ളേർ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പോലെയാണ്. മുസ്ലിം ലീഗിൽ UDF നിൽക്കുമ്പോൾ അവർ ആരാണോ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് നോക്കില്ല, ഘടകകക്ഷിയാണോ UDFൻ്റെ സ്ഥാനാർത്ഥിയാണോ, ആരെയും തലയും മുറിക്കാൻ സ്ഥാനാർത്ഥി ജയിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ തേജസ്വി യാദവിൻ്റെ കുറച്ച് പിള്ളേർ അവിടെ ഉള്ളത് കൊണ്ട് കുറച്ച് വോട്ട് കിട്ടി. അത് കുറച്ച് ഈ 6 സീറ്റിൽ ജയിച്ചു. കുറച്ച് പോസ്റ്ററുകൾ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ നോട്ടയ്ക്ക് പിന്നിൽ പോയ പല നിയോജകമണ്ഡലങ്ങളെ 2 സ്ഥലങ്ങളിൽ നോട്ടയെക്കാളും, അതായത് നോട്ടയ്ക്ക് 4500 ചിലവാനും വോട്ട് കിട്ടിയപ്പോഴത്തേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനോദ് കുമാറിന് ലഭിച്ചത് 1708 വോട്ടാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നോട്ടയ്ക്ക് പിന്നിലേക്ക് ഒരു നിയമസഭാ ഇലക്ഷനിൽ പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം കോൺഗ്രസ് നശിച്ചു പോയി എന്ന് ആലോചിച്ച് നോക്കി. ഈ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പണ്ട് AK ആന്റണിയിരുന്നപ്പോൾ കോൺഗ്രസ് ഇതുപോലെ നശിച്ചത്. അത് KC വേണുഗോപാലായിട്ട് പൂർത്തീകരിച്ചു. അല്ലാതെ വോട്ട് ചോറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വോട്ട് ചോറിലേക്ക് എത്ര ചെയ്യാൻ പറ്റും, എത്ര സ്ഥലത്ത് ചെയ്യാൻ പറ്റും? ഇത് വോട്ട് ചോറി ആണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു സംശയം, ഇവർക്ക് ജയിക്കാനുള്ള സീറ്റിൽ മാത്രം ചെയ്താൽ പോരെ? അവർക്ക് ഭരണം കിട്ടണം. കഴിഞ്ഞ VVPAT മെഷീനായിരുന്നു കുറ്റം പറഞ്ഞത്. അതെ, അത് ഒരു പരിധി വരെ ഉണ്ട്, ഇല്ല ഞാൻ പറയില്ല. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല കാരണം, പ്രവർത്തിക്കാൻ ആളുകളില്ല. എവിടെയുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ? ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബംഗാളിലൊക്കെ വട്ടപൂജ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ഥിതി വോട്ട് ചോരി മാത്രമല്ലേ. ഇപ്പൊ ബീഹാറിലൊക്കെ ആണെങ്കിൽ ഒരു 1 man ഷോ പോലെ. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ഇദ്ദേഹം ഇപ്പോൾ അത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചു. അവരുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് വോട്ട് ചോരി വിഷയം ഇവർ ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പോലും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ആർജവും പോലും ഇവന്മാർക്കുണ്ടായില്ല ആ സമയത്ത്. എന്നാൽ കൂടെയെങ്കിലും പോകാതെ ഇവിടെ കുത്തിത്തിരിപ്പുമായിട്ട് നടക്കുവാണെന്ന് ഓർക്കണം. ഇത് മാത്രമല്ലേ,
ഇനി വോട്ട് ചോരിയാണ് വിഷയമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞ കുറെ ആൾക്കാർ വരണ്ടേ? അത് കോൺഗ്രസ് സംഘടിപ്പിക്കണ്ടേ? സംഘടിപ്പിച്ച് അവരെ മുന്നിൽ നടത്തണ്ടേ? ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാം. വോട്ട് ചോരി എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ട് ഞാൻ ചെയ്യണമെന്നാണല്ലോ, അല്ലെങ്കിൽ മറ്റൊരു ആൾക്കാരെ വോട്ട് ചേർക്കുന്നതാണല്ലോ. അങ്ങനെ അവരെ മുന്നിൽ നിർത്തി ഒരു പരിപാടിയാണ്. ഇപ്പൊ ബീഹാറിലാണെങ്കിൽ ഇപ്പൊ ചെയ്യാവുന്ന ഇമ്മീഡിയറ്റ്ലി അന്ന് ഏറ്റവും കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ലക്ഷം പേര് അല്ലെ 3 ലക്ഷം പേര് വോട്ട് ചെയ്യാൻ സാധിക്കും. ഒരു 1000 പേരെങ്കിലും ഇവർക്ക് കൂട്ടി ഇതാ വോട്ട് ഞങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നു, വേറെ ആരോ ചെയ്തു പോയി, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല, ഞങ്ങളെ വെട്ടിനിർത്തി ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്നും എന്ന് പറഞ്ഞ് ഒരു 1000 പേരെങ്കിലും ഒരുമിപ്പിച്ച് ഒരു സമ്മേളനമോ അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാണെങ്കിൽ അതിനൊരു വിശ്വാസ്യത. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വോട്ട് ചോരിനെ പറയുന്ന ഇവർ അത് തെളിയിക്കണ്ടേ? ഞങ്ങൾക്ക് ഇത്ര ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ഇത്ര ആൾക്കാർ എക്സ്ട്രാ ഇതിൽ അവരെ തെളിയിക്കാൻ പറ്റാത്തോടത്തോളം കാലം ഈ വോട്ട് ചോരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. വോട്ട് ചോരി കുറേ ആൾക്കാർ അമിതമായി ചേർത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പുറത്തു കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ മുക്തകണ്ഠ നമ്മൾ പ്രശംസിക്കുന്നുണ്ട്. ഈ നാടിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഒരു എതിർപ്പും നമുക്കില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല കോൺഗ്രസ് നോക്കുന്നത്. അദ്ദേഹം രാപ്പകല്ലാതെ കഷ്ടപ്പെടുന്നത് മുഴുവൻ നശിപ്പിക്കുന്നത് ഇതുപോലുള്ള കുറേ ആവശ്യമില്ലാത്ത കോൺഗ്രസ്സുകാർ. ആ മനുഷ്യന്റെ പ്രയത്നം മുഴുവൻ ഇവർ നശിപ്പിക്കുകയാണ്. സത്യത്തിൽ ഈ വോട്ട് ചോരി വിഷയത്തിൽ പോലും ഈ 14 പാർട്ടിക്കാർ ഒന്നിച്ച് നിന്നിട്ടും പിണറായി വിജയനും ഗോവിന്ദനും അറിഞ്ഞില്ല. പിണറായി വിജയനും ഗോവിന്ദനും ആ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല, ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഞാനത് പറയണമെന്ന് വിചാരിച്ചതല്ല, പറഞ്ഞു വന്നപ്പോൾ ഈ വിഷയം വന്നപ്പോൾ. അപ്പോൾ വോട്ട് ചേരിയുടെ വിഷയത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് അറിയാത്ത 2 നേതാക്കന്മാരുള്ളൂ, ഒന്ന് പിണറായി വിജയനും പിന്നെ ഒന്ന് എം പി ഗോവിന്ദനും. ബാക്കി എല്ലാവരും അവിടെ പ്രതികരിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വോട്ട് ചോരി മാത്രമല്ല കോൺഗ്രസിന്റെ പരാജയം. ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ ഇലക്ഷനെ ഇത്രയും നല്ല രീതിയിൽ രാഹുൽ ഗാന്ധി ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കല്ലേ വേണ്ടത് കെ സി വേണുഗോപാൽ? അതല്ല അയാളുടെ പണി. അല്ല, ഇവിടെ ഓർത്തു നോക്കുക, ഒന്ന് ദേശീയ തലത്തിൽ തന്നെ ഇത്രയും നല്ല മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടുപോയി. അതുപോലെ തന്നെ ശശി തരൂരിനെ ഏത് നിമിഷവും ചവിട്ടി പുറത്ത് കളയാൻ പറ്റാവുന്ന രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിൽ തന്നെ ആകെ സാധ്യതയുള്ള ഒരു ഭരണം പിടിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് ഭരണകൂടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ സ്ഥലത്ത് ഇയാൾ കാണിച്ചത് കടിച്ച് ശോഭകേട് ചെയ്യുക. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വെറും ഒരു അരമനക്കിങ്ങിണിയെ കൊണ്ട് ഒരു മണ്ണുണ്ണിയെ കൊണ്ട് വെച്ചു. സുധാകരനായിരുന്നു എങ്കിൽ. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഈ അപവാദ പ്രചരണം നടത്തി അയാളെ മാറ്റിവെച്ചും പകരം 4 മരവാഴകളെ അവന്മാർ എവിടെ പോയി? അവന്റെ ഒന്നും അഡ്രസ്സ് പോലുമില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നല്ല ഫയർ ബ്രാൻഡ് ആയിട്ട് നിൽക്കേണ്ടവന്മാര് ആ 4 എണ്ണത്തിനെ കുറിച്ച് യാതൊരു അഡ്രസ്സുമില്ല. അതുപോലെ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു ജംബോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മഹിളാ കോൺഗ്രസ് ഇവന്റെ ഒരു നമുക്ക് പറയുന്നത് പോലും ശരിയല്ല. ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങൾക്ക് തന്നെ അത് അവമാനമായ കൊണ്ട് തന്നെ അങ്ങനെ ഒരെണ്ണത്തിനെ എടുത്തു വെച്ച് ഇയാൾ കൊണ്ടു നടക്കുന്നു, നിർജീവമായി പോയി. അതുപോലെ തന്നെ ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. മഹിളാ കോൺഗ്രസ് ഇല്ല, സേവാദളില്ല. ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സേവാദളാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളൂ. ഈ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഇന്നുണ്ടോ? രാഹുൽ മാങ്കോട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാനില്ല, മറ്റേ ഒരു മഹിളാ കോൺഗ്രസ്സുകാരെ കാണാനില്ല. ഏതോ അന്ന് എവിടെയോ 1-2 പരിപാടികളൊക്കെ ആയിട്ട് ജാതിക്കാരൻ നടന്നു എന്ന് പറഞ്ഞു, വേറെ ഒന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കോൺഗ്രസിന്റെ പരാജയം പണിയെടുക്കാനിട്ടാ, അല്ലാതെ വേറെ ഒന്നുമല്ല. വോട്ട് ചോരി മാത്രമല്ല, വോട്ട് ചോരി സൈഡിലുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെ പണിയെടുക്കുന്നില്ല, നേതാക്കന്മാർ പണിയെടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ അണികൾ പോയി കുറേ പോസ്റ്റ് എടുത്തുകൊണ്ടും കാര്യം നടക്കില്ല. ബീഹാറിലും മറ്റേ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ബംഗാളിലൊന്നും പാർട്ടിക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ പോലും ആൾക്കാരില്ലെന്നേ. മണ്ഡല കമ്മിറ്റി ഇല്ലെന്നേ, ജില്ലാ കമ്മിറ്റി ഇല്ലെന്നേ, DCC ഓഫീസ് ഇല്ലെന്നേ. ഉള്ള ഓഫീസൊക്കെ പൂട്ടിയിട്ടിരിക്കുക ബീഹാറിൽ. എന്ത് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടിയാണ് അവർ ആ വിഷയത്തെ, അതായത് അത്രയും ഗുരുതരമായ ഒരു ആരോപണത്തെ അവർ കൗണ്ടർ ചെയ്തത് എത്രയും ശക്തമായ. അത് അതെ, ആ ഒരു മൾട്ടി ഫേസറ്റഡ് വേയിൽ അത് അപ്രോച്ച് ചെയ്തു. അത് മാത്രമല്ല ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും അവർ തന്നെ ഞെട്ടിപ്പോയി കൊണ്ട് 10,000 രൂപ. ഇപ്പോൾ ഞാൻ പറയുന്നു ഒരു എന്ത് ഗിമ്മിക്കും കിട്ടും, ഭരണം കാണിക്കും, ഭരണം പിടിക്കുവാൻ വേണ്ടി. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വേണമെങ്കിൽ വലിയ കാര്യമല്ലേ. അത് മാത്രമല്ല, അപ്പുറത്ത് BJPയുടെ പെർഫോമൻസ് നോക്കണം. കാരണം ഒന്നുമല്ലാതെ വട്ടപൂജ്യമായിരുന്ന അവരുടെ താഴെ തട്ടിലുള്ള വർക്കാണ് അവരുടെ വിജയം. അവർ അടി തൊട്ട് മോള് വരെ വർക്ക് ചെയ്തു. ഞാൻ പറയും 126 റാലികളാണ് ബീഹാറിൽ മാത്രം നടത്തിയത്. അതിൽ 18 എണ്ണത്തിന് നേതൃത്വം കൊടുത്തത് നരേന്ദ്രമോദിയാണ്, 14 അതുപോലെ അമിത്ഷാ, ഇവരെല്ലാവരും അവരവിടെ നിന്ന് നിരന്തരം ജനങ്ങളുടെ ഇടയിലേക്ക് റാലികളും പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആ നടന്നുകൊണ്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ്സുകാർ നടത്തി എന്ത് പരിപാടി നടത്തി അവിടെ?
ഒന്ന് പറയട്ടെ. അതുപോലെ ഈ സംഘടന ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ആള് പോലും അവിടെ പോയില്ല എന്ന് പറയണം. സംഘടനാ ചുമതലയുള്ള ആൾ ഇവിടെ കിടന്ന് കെ സി വേണുഗോപാൽ കേരളത്തിൽ പട്ടാന്തിരി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. അപ്പൊ അതല്ല ഞാൻ പറയണത്. ഞാൻ ചോദിക്കണത് അതല്ല, ഇവർക്ക് ഇത്രയും കാലമായിട്ടും ഈ പാർട്ടി ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഇവർ ആദ്യം ചെയ്തിട്ട് താഴെത്തട്ടിൽ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കല്ലേ വേണ്ടത്? ഒരു സംഘടന നടത്തിയില്ല. വേണ്ടേ? എന്ത് സംഘടനാ ചുമതലയാണ് കെ സി വേണുഗോപാൽ കാണിക്കുന്നത്? കേരളത്തിലെ അവസ്ഥ, കേരളത്തിൽ പിന്നെ കുറച്ചുകൂടി ഭേദമാണ്, കാരണം കുറച്ച് വിവരമുള്ള ആൾക്കാരുടെ കാരണം. ഇത് താഴെത്തട്ടിൽ ഒരു കമ്മിറ്റി ഇല്ലെന്നേ, ഒരു സ്ഥലത്തും ഇല്ലെന്നേ. ഈ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ഇന്ദിരാഭവൻ ഇരിക്കുന്ന ഇവിടെ പോലും ഒരു DCC പ്രസിഡന്റ് ഉണ്ടോ? ഇവരുടെ ഗതികേട് ഞാൻ പറഞ്ഞുതരാം. ഇവർ വോട്ട് ചോരി ഞാൻ പറയാം, വോട്ട് ചോരി ന്യായീകരിക്കാൻ അത് ചെയ്തിട്ടുണ്ട്, 100% അത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അത് മാത്രമല്ല കാരണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം കോൺഗ്രസിന്റെ ഈ പറയുന്ന അഖിലേന്ത്യാ നേതൃത്വം ഒരു രാഹുൽ ഗാന്ധിയുടെ മാത്രം പെർഫോമൻസിൽ വിജയിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നത് മൂഢത്തരമാണ്. രാഹുൽ ഗാന്ധി അസലായിട്ട് പണിയെടുക്കുന്ന മനുഷ്യനാണ്, ദേശസ്നേഹിയാണ്. കോൺഗ്രസിനെ എന്താ പറയുക, കോൺഗ്രസ് എന്ന് വെച്ചാൽ മരിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, ആ പാർട്ടിക്ക് വേണ്ടി. ആ മനുഷ്യന്റെ പ്രയത്നം പോലും ഇതുപോലുള്ള കുറെ അലവരാധികൾ വന്ന് നശിപ്പിക്കുക എന്നല്ലാതെ എന്താണ് ചെയ്യുന്നത്? ഈ ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ ആദ്യം അവർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ ഇപ്പുറത്തോടെ നടക്കുമ്പോൾ അതിനപ്പുറത്ത് താഴെത്തട്ടിൽ അണികളെ പൊക്കി കൊണ്ടുവരണ്ടേ, കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് വരണ്ടേ? ഇവിടെ എത്രയോ DCC ഓഫീസ്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബീഹാറിൽ, ഹിന്ദിക്കാരൻ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കാലം അടുപ്പിച്ച് ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളാണ് വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ ഇപ്പോഴും ഫോൺ ചെയ്യും. അപ്പോൾ പറയാം അത് കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ പറയാ, എൻ്റെ പൊന്നു സാറേ, അവിടെ ഒരു മനുഷ്യൻ പോലും കോൺഗ്രസ് പോസ്റ്റ് ഒട്ടിക്കാൻ പോലും ആളില്ല. DCC ഓഫീസ്, ഞങ്ങളുടെ DC ഓഫീസ് എത്രയോ മാസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുക. അവിടെ അതൊന്നും തുറക്കാറില്ല, പ്രവർത്തിക്കാറില്ല, ആരും വന്നിരിക്കാറില്ല. ഇതാണ് ബീഹാറിലെ സ്ഥിതി. എല്ലാ DCC ഓഫീസുകളും ഇത് തന്നെയാണ്. എല്ലാ മണ്ഡലം കമ്മിറ്റി ഇല്ല, ബ്ലോക്ക് കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടോയെന്ന് ആർക്കറിയാം. ഇത് ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ, വോട്ട് ചോരി ആണെങ്കിൽ പോലും നോട്ടോയ്ക്ക് പിന്നിലേക്ക് പോവോ സുനിൽ സാറേ? നോട്ടയ്ക്ക് പിന്നിലേക്ക് പോവും. നോട്ടയ്ക്ക് 4000 വോട്ട് കിട്ടുകൊടുത്ത് പാർട്ടി ചിഹ്നത്തിന് മനസ്സിലാച്ച ആൾക്ക് 1700 വോട്ട് എന്ന് പറയുമ്പോൾ അത് വോട്ട് ചോരി എന്ന് പറയാൻ പറ്റും നമുക്ക്? അതൊന്നും പറയാൻ കഴിയില്ല. വോട്ട് ചോരി ഉണ്ട്, ഞാൻ നിഷേധിക്കണില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തെറി പറയാൻ വരണ്ട. വോട്ട് ചോരി ഒരു ഭാഗം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് കോൺഗ്രസിന്റെ ചിട്ടയായ പ്രവർത്തനമില്ലായ്മയും സംഘടന ചലിക്കാത്തതും സംഘടനാ ചട്ടക്കൂട് ശരിയല്ലാത്തതും ഒരു ജില്ലാ കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ഇല്ലാത്തതും തന്നെയാണ്, പ്രവർത്തനരഹിതമായത് തന്നെയാണ്, മാസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്നത് തന്നെയാണ് അവിടെ കോൺഗ്രസ് ഇത്രയും വലിയ പരാജയമുണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വോട്ട് ചോരിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ അടുത്ത നിയമസഭാ ഇലക്ഷനും അടുത്ത ലോക്സഭാ ഇലക്ഷനും ഈ വോട്ട് ചോരിയും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉള്ള വോട്ടും കൂടി ഇല്ലാതാവുമെന്നുള്ളതല്ലാതെ, വോട്ട് ചോരി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളെയും മറ്റാളുകളെയും കൂട്ടിക്കൊണ്ട് 1000 ആളുകളെങ്കിലും സുനിൽ സാറ് പറഞ്ഞ പോലെ 1000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിലേക്ക് വരണം, പത്രക്കാരുടെ മുന്നിലേക്ക് വരണം, ജനങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നാണ് പറയാനുള്ളത്. അല്ലാതെ വോട്ട് ചോരി ഒരു കാരണമല്ല എന്ന് ഞാൻ പറയുന്നില്ല. വോട്ട് ചോരി കാരണമാണ്. പക്ഷേ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പും സംഘടനയുടെ എന്താ പറയുക, ദുർബലമായ സംഘടനാ പ്രവർത്തനമാണ് പരാജയത്തിന് മുഖ്യ കാരണം. ഒന്ന്, ഇതിന്റെ നേതൃത്വം തന്നെ ഏറ്റവും ശിഥിലമായി എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത തരത്തിലേക്ക് മാറി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന അധികാരമോഹികളായ ചില മുതുക്ക് നേതാക്കന്മാർ കടന്ന് ഇവന്മാർ തമ്മിലടിയും ബഹളവുമായിട്ട് ഇനിയും KC ഉടനെയൊന്നും ഇവിടെ വലിയൊരു ക്ലെയിമുമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അത്രത്തോളം നാണംകെട്ട പരാജയം ബീഹാറിൽ ഏറ്റുവാങ്ങി. അന്നേരം അതുകൊണ്ട് തന്നെ ഇനി ഈ KC വലിയ കളി കളിച്ചുകൊണ്ട് വന്നാൽ KCയെ ഇവിടെ കേക്കച്ചനും ടീമും അടുപ്പിക്കത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾക്ക് യാതൊരു സംഘടനാ സംവിധാനങ്ങളും ഇല്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലായി. രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇവരുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയിലെ കഴിവുള്ള യുവനേതൃത്വത്തെ, ആ യുവനേതൃത്വത്തെ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ പാളിച്ചുണ്ടാവാം, ശിഥിലമാവാം, എല്ലാം ആവാം. പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ള കഴിവുള്ള ആ യുവനേതാക്കളെ ചേർത്ത് നിർത്തി രാഹുലിനെ പോലെയുള്ള, ഷാഫിയെ പോലെയുള്ള, ചാണ്ടിയുമ്മനെ പോലെയുള്ള, അബിൻ വർക്കിയെ പോലെയുള്ള ഇവരെയെല്ലാം ചേർത്ത് നിർത്തി ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തിയാൽ തിരികെ വരാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങൾ രാഹുലിനെ വീണ്ടും ഇതേപോലെ പുറത്തു നിർത്തി ക്രൂശിച്ച് ഈ പറയുന്ന കേക്കച്ചനും KC വേണുഗോപാലും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ വീണ്ടും ആ നാറിയ കളി കളിച്ചുകൊണ്ടിരുന്നാൽ യാതൊരു സംശയവും വേണ്ട, ബീഹാറിലേറ്റ പോലുള്ള കനത്ത പരാജയം ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും വേഗം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ എടുക്കുക. അത് വലിയൊരു സന്ദേശമാകും അത് നൽകുന്നത്. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക, ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇതാ അദ്ദേഹത്തെ മാറ്റി നിർത്തി, ഇതാ 100 ദിവസങ്ങൾ പിന്നിടുന്നു, ആരോപണം ഉന്നയിച്ചവർ പോലും പരാതിക്കാരില്ല,
തെളിവുകളില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തിരികെ എടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരികെ എടുക്കുകയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു നല്ലൊരു ചുമതല അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു പോസിറ്റീവ് വൈബ് ഇവിടെ ഉണ്ടാകും. അതല്ല എങ്കിൽ കേക്കച്ച നീയും തകരും, ഈ പാർട്ടിയും തകരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.